Hi students, നമ്മുടെ ഗേറ്റ് 2027 സിലബസ് അപ്ഡേഷൻ വന്നിരിക്കുന്നു, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് സിലബസ് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാം കൺഫ്യൂസിങ് ആണ്, ഏതൊക്കെ സിലബസ്, നമ്മൾ ഏതൊക്കെ ടോപ്പിക് ഇനി പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ അല്ലേ. നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ്ങും ഇഷ്ടംപോലെ കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാൻ പോവാണ്. അതായത് ഗേറ്റ് 2026 നിന്നും 27 പോകുമ്പോൾ നമ്മുടെ സിലബസ് എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ എക്സാം ഫോക്കസ് പ്രിപ്പറേഷൻ പ്ലാൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു 3 കാര്യം ആദ്യമേ നിങ്ങൾക്ക് പറയുകയാണ്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾ എന്താണോ നടക്കുന്ന പ്രിപ്പറേഷൻ അത് അതേപോലെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം എന്തൊക്കെയാണോ ന്യൂ ടോപ്പിക്സ് ആഡ് ചെയ്തിരിക്കുന്നത് ആ ന്യൂ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെപ്പറേറ്റ് എന്ത് ചെയ്യുക, ഒരു ടൈം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യുക, അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം ഗേറ്റ് എക്സാമിന് 5-6 മാസമേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇനി എന്തൊക്കെയാണോ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, പാരലായിട്ട് നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് പ്രിപ്പറേഷൻ പ്ലാൻ എന്താണോ അത് അതേപോലെ കൊണ്ടുപോയതിന് ശേഷം പാരലായിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പുതിയ ടോപ്പിക്സ് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രയോറിറ്റി ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. അതായത് യൂഷ്വലി നമ്മൾ നോക്കുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാം ഫോക്കസ് പഠിക്കുന്ന സബ്ജക്റ്റ് ഇതൊക്കെയാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെ, മോസ്, ഇങ്ങനത്തെ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോഴേക്കും ഇപ്രാവശ്യം ഒരു പുതിയൊരു ലെയർ ആഡ് ചെയ്തിരിക്കുകയാണ്. അതായത് കൺട്രോൾസ് ആൻഡ് വൈബ്രേഷൻ, അതുപോലെ മാനുഫാക്ചറിങ്, ഫ്ലൂയിഡ്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. കാരണം അതെല്ലാം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആക്ച്വലി ചേഞ്ച് ചെയ്തത്. ഓക്കെ, നമുക്ക് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 80-85% കോർ സിലബസ് ഇപ്പോഴും അതുപോലെ തന്നെ നിൽപ്പുണ്ട്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി ഒരു എക്സ്ട്രാ ഒരു നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സബ്ജക്റ്റ് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു എക്സ്ട്രാ ലെയേഴ്സ് സബ്ജക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആഡ് ചെയ്തത്? അതായത് കൺട്രോൾസ്, അതായത് 2 degrees of freedom vibration. ഓക്കെ, ഞാൻ പറ്റിയിട്ട് പറഞ്ഞുതരാം. 2 degrees of freedom vibration, അതുപോലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്, അതുപോലെ കമ്പഷൻ. ഓക്കെ, ഇത് ആക്ച്വലി ഗേറ്റ് 2026 വരെ ഈ ഒരു ടോപ്പിക് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, നമുക്ക് പഠിക്കാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ കൺട്രോൾസിൻ്റെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ പഠിക്കാനുണ്ടാകും. അതേപോലെ 2 degrees of freedom, ഇതുവരെ നമുക്കുണ്ടായിരുന്ന ഏതായിരുന്നു, സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നുവെങ്കിൽ 2 degrees of freedom നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ നമ്മൾ പഠിക്കാനുണ്ട്. അതേപോലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, NDT ടെക്നിക്സ് ഇതുവരെ ഗേറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടില്ല, അങ്ങനത്തെ സിലബസ് ഇല്ലായിരുന്നു. പക്ഷേ അത് നമ്മൾ 2027 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പോഷൻ്റെ ബേസിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ കൊണ്ടുപോകുക. അതായത് നമ്മുടെ ഓൾഡ് സിലബസ്, ഞാൻ പറഞ്ഞു 80-85% എന്താണ് നമ്മുടെ ഓൾഡ് സിലബസ് അല്ലേ, ആ ഓൾഡ് സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്സ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. കാരണം 80-85% അതേ പഴയ സിലബസ് തന്നെയാണ്. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പുതിയ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു പുതിയൊരു പ്രിപ്പറേഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യണം പാരലായിട്ട്. ഓക്കെ, അതിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പുതിയ ടോപ്പിക്സ് നിങ്ങൾ തുടങ്ങാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെയാണ് ആഡ് ചെയ്തത്, എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കട്ടെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് റിമൂവ് ചെയ്ത് നോക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് ലഗ്രാഞ്ച് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് ഇനി ഇല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. സാധാരണ നമ്മൾ ഗേറ്റ് എക്സാമിനേഷനിൽ ആ ലഗ്രാഞ്ചിൻ്റെ ഇക്വേഷൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ നിങ്ങൾക്ക് അതിന് പഠിക്കേണ്ട, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കി, നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ HMD എത്തിക്കഴിഞ്ഞാൽ HMDക്കകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന ഹെസ്ലെസ് ചാർട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്സും എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ട്രസ്സസ് ആൻഡ് ഫ്രെയിംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഉണ്ടായിരുന്നു അല്ലേ. ട്രസ് എന്ന് പറയുമ്പോഴേക്കും 2D ട്രസ് ഉണ്ട്, 3D അല്ലെ, 3D ഉണ്ട്. ആക്ച്വലി ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുണ്ട്. അതായത് നമുക്ക് പ്ലെയിൻ ഡ്രസ്സ് മാത്രം പഠിച്ചാൽ മതി. അതായത് 3D സ്ട്രെസ്സസ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ 2Dയും 3D ഒക്കെ പഠിക്കാറുണ്ട്. പക്ഷെ എക്സാമിന് ചോദിക്കുന്നതെല്ലാം 2D ആയിരുന്നു. ഇനി ചോദിച്ചാലോ എന്നൊരു ടെൻഷൻ നമ്മൾ എന്ത് പഠിക്കാറുണ്ട്, എപ്പോഴും 3Dയും കൂടെ പഠിക്കാറുണ്ടായിരുന്നു. ഇനി ആ ടെൻഷൻ വേണ്ട. ഇനി 3D ട്രസ്സിനെ പറ്റി ഗേറ്റ് എക്സാമിന് ചോദിക്കില്ല. അതായത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുണ്ട് നമ്മുടെ ഈ കാണുന്ന ട്രസ് ആൻഡ് ഫ്രെയിംസ് എന്ന ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, പിന്നെ നമ്മൾ മെക്കാനിക്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ മോസ് എടുക്കുമ്പോഴേക്കും ആ മോസിന്റെ അകത്ത് UTM ടെസ്റ്റിങ്ങിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അതും ഇപ്പൊ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ചെറിയൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ അകത്ത് റോളിംഗ് ഫ്രിക്ഷനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അതിന്റെ ടേം ചേഞ്ച് ചെയ്തിട്ട് എന്താക്കി മാറ്റി, റോളിംഗ് റെസിസ്റ്റൻസ് എന്നാക്കി മാറ്റി. രണ്ടും ഓൾമോസ്റ്റ് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. റോളിംഗ് ഫ്രിക്ഷനെ പകരം എന്താക്കി മാറ്റി, റോളിംഗ് റെസിസ്റ്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊരു റീനെയിമിംഗ് മാത്രമാണ്, നിങ്ങൾ വേറെ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മൾ മോസിന്റെ അകത്ത് നമ്മൾ തിൻ സിലിണ്ടറിനെ പറ്റി പഠിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് നമ്മുടെ അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് തിൻ വാൾഡ് പ്രഷർ വെസൽസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. സാധാരണയായിട്ട് തിൻ വാൾഡ് പ്രഷർ വെസൽസ് എന്തായിരുന്നു, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷനിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്കും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗേറ്റ് എക്സാമിന് ആരായിട്ടുണ്ട്. തിൻ സിലിണ്ടറിന്റെ കൂടെ നമ്മൾ എന്ത് പഠിക്കണം, തിൻ വാൾഡ് പ്രഷർ വെസൽസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പോഴേക്കും എന്താണ്, ഈ കാണുന്ന ടോപ്പിക്കിൽ നോക്കുമ്പോൾ എന്താണ്, ലഗ്രാഞ്ച് ഇക്വേഷൻ, ഹെൽസിയസ് ചാർട്ട്സ് അല്ല, UTM ടെസ്റ്റിംഗ്, ഇത് മൂന്നും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. പിന്നെ മനസ്സിലാക്കേണ്ടതാണ് പ്ലെയിൻ സ്ട്രെസ്സസ് ആൻഡ് ഫ്രെയിം എന്ന് പറയുന്ന ടോപ്പിക്ക് സ്പെസിഫിക് ആക്കി. അപ്പോൾ നമുക്ക് 3D സ്ട്രെസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ട് കാര്യങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം റോളിംഗ് ഫ്രിക്ഷൻ തന്നെയാണ് എന്ത് പഠിക്കുക, നമ്മൾ റോളിംഗ് റെസിസ്റ്റൻസിൽ പഠിക്കുക. അതേപോലെ തിൻ സിലിണ്ടേഴ്സിന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിനെ ഇപ്പോൾ എന്താക്കി മാറ്റി, തിൻ വാൾഡ് പ്രഷർ വെസൽ എന്നാക്കി മാറ്റി. ചെറിയൊരു അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ വലിയൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യവും നമുക്കില്ല. നമുക്കാണ് അഡ്വാൻറ്റേജ് അല്ലെ, നമുക്ക് ഇനി കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടി. നമുക്കിനി വാരി വലിച്ച് എല്ലാം പഠിക്കുന്നതെന്നാണ് നല്ലത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാണുന്ന ടോപ്പിക്ക് മാത്രം നമുക്ക് സ്പെസിഫിക് പഠിച്ചാൽ മതി. കൺഫ്യൂസിങ് പാർട്ടൊക്കെ എന്താക്കി മാറ്റി, ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആക്കി മാറ്റി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് സബ്ജക്ട് നോക്കാം. നോക്ക്, ഇനി അടുത്ത എന്താ മോഡിഫിക്കേഷൻ. അടുത്ത ഇമ്പോർട്ടൻറ്റ് മോഡിഫിക്കേഷൻ നടക്കുന്ന എന്താ നടന്നതെന്ന് അറിയാമോ, നമ്മുടെ തെർമൽ ആൻഡ് ഫ്ലൂയിഡ് സയൻസിലാണ്. അതായത് നമ്മുടെ സിലബസ് ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്താ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം നോക്കിയാൽ, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് നമ്മൾ ആദ്യം എന്ത് പഠിക്കുമായിരുന്നു, നമ്മുടെ ഈ കാണുന്ന ഫ്ലൂയിഡ്സ് എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് പഠിക്കുമായിരുന്നു, കംപ്രസിബിൾ ഫ്ലോനെ പറ്റി പഠിക്കുമായിരുന്നു അല്ലേ. അതായത് ഗേറ്റ് 2026 വരെ നമുക്ക് ബേസിക് കംപ്രസിബിൾ ഫ്ലോനെ പറ്റിയാണ് പഠിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെന്താക്കി മാറ്റി, ഹൈ സ്പീഡ് കംപ്രസിബിൾ ഫ്ലോ വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ടോപ്പിക്ക് എക്സ്പാൻഡ് ആക്കി മാറ്റി. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അതായത് നമുക്ക് ബേസിക് കംപ്രസിബിൾ ഫ്ലോനെ പറ്റി മാത്രം പഠിക്കാൻ ഉണ്ടായിരുന്നതിനെ മൊത്തത്തിൽ അവരെന്ത് ചെയ്യും, മാറ്റി ഹൈ സ്പീഡ് കംപ്രസിബിൾ ഫ്ലോയിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് മാക് നമ്പർ, സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്, ഹൈ സ്പീഡ് ഫ്ലോയിനെ പറ്റി പഠിക്കണം. അപ്പോൾ ഈ ഒരു ഫോക്കസിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ അവസാന ടോപ്പിക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഇമ്പോർട്ടൻ്റ് കുറച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സിലബസ് എന്തിനാണ് എക്സ്പാൻഡ് ചെയ്തത്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി തന്നെയാണ്, ശരിയല്ലേ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്തത്, ഈ സിലബസ് എക്സ്പാൻഡ് ചെയ്തത്, ശരിയല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഹൈ സ്പീഡ് കംപ്രസീവ് ഫ്ലോ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടേ പോവാവൂ എക്സാമിന്. ഓക്കെ, നമുക്ക് അത് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ കാണുന്ന തെർമൽ സയൻസിൻ്റെ അകത്ത് നമുക്ക് കമ്പഷനെ പറ്റി പഠിക്കാനേ ഇല്ലായിരുന്നു. എപ്പോഴേ ഗേറ്റ് 2026. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 27 വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു, കമ്പഷന്റെ ബേസിക്സിനെ പറ്റിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അതായത് നമ്മുടെ കമ്പഷൻ ബേസിക്സ് എന്ന് പറയുമ്പോഴേക്കും എയർ ഫ്യൂൽ റേഷ്യോ, അതേപോലെ എന്ത് പറയും, സ്റ്റോക്കിയോമെട്രി, പ്രോഡക്റ്റ് ആൻഡ് എഫിഷ്യൻസി കണക്ഷൻസ്. ഓക്കെ, ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യും, ഇതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയൊരു ആഡഡ് ടോപ്പിക്കാണ് എന്ത് പറയും, ഈ കാണുന്ന കമ്പഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ ശേഷം തെർമോഡൈനാമിക്സിനകത്ത്
വർക്ക് ആൻഡ് ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കൂടെ എന്ത് ചെയ്ത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആക്കി എനർജി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ്. പക്ഷേ ഇത് നമുക്ക് വളരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം യൂഷ്വലി നമ്മൾ ഗേറ്റ് 2026 ഈ സിലബസിന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ടോപ്പിക്സ് നമ്മൾ കൂടെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഓൾറെഡി ഗേറ്റ് 2026 വരെയുള്ള നിങ്ങൾ സിലബസ് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുമായിരുന്നു, ഈ കാരണം എൻട്രോപ്പി ചേഞ്ചിനെ പറ്റി പഠിക്കുന്നുണ്ടായിരുന്നു യൂഷ്വലി. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഇഫക്റ്റ് നമുക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ അത് എക്സാമിൽ നിന്നും നല്ലൊരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് വർക്ക് ആൻഡ് ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കൂടെ എന്ത് ചെയ്ത് ഈ ടോപ്പിക്ക് കൂടെ സ്പെസിഫൈ ചെയ്ത് സിലബസിൽ പറഞ്ഞതിന് ശേഷം അതിനെ എക്സ്പാൻഡ് ചെയ്ത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഷുവറാണ് ഈ ടോപ്പിക്കിൽ നിന്നും എന്ത് ചെയ്യും, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമായിരുന്നു, ഇടയ്ക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഇത് ഈ കാണുന്ന എനർജി ആൻഡ് എൻട്രോപ്പി ചേഞ്ചിനെ പറ്റി സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ കാണുന്ന തെർമൽ ആൻഡ് ഫ്ലൂയിഡ് സയൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് നമുക്ക് എന്ത് പഠിക്കണം, ഹൈ സ്പീഡ് കംപ്രസിബിൾ ഫ്ലോയും കൂടി നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അതുപോലെ കമ്പഷൻ്റെ ബേസിക്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ പഠിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പഠിക്കണം, എനർജി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കേണ്ടത്, ഈ കാണുന്ന തെർമൽ ആൻഡ് ഫ്ലൂയിഡ് സയൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സിലബസിലെ അപ്ഡേഷൻസ്. ഓക്കെ, നോക്കൂ, അത് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്താണ്, മാനുഫാക്ചറിങ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ അപ്ഡേറ്റ്സ് നോക്കാം. ഓക്കെ, മാനുഫാക്ചറിങ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ സബ്ജക്റ്റിനകത്ത് എന്തൊക്കെ മാറ്റമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മെഷീൻ ഡിസൈനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്ത് ആഡ് ചെയ്തു, ബെൽറ്റ് ഡ്രൈവ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബെൽറ്റ് ഡ്രൈവ്സ് യൂഷ്വലി എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ്റെ സിലബസ് ഉൾപ്പെട്ട ടോപ്പിക് ആയിരുന്നു. അത് ഇപ്പോൾ എന്തിലേക്ക് മാറ്റി, ഗേറ്റിലേക്കും കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബെൽറ്റ് ഡ്രൈവ്സിനെ പറ്റി നമ്മൾ ഇതിനെ എക്സ്ട്രാ പഠിക്കണം. പക്ഷേ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. നമുക്കൊരു ജസ്റ്റ് ഒരു 1.5 hours നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ബെൽറ്റ് ഡ്രൈവ്സ്. ഓക്കെ, അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. നോക്കി, പിന്നെ നമുക്ക് എന്താ പഠിക്കേണ്ടത്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നോക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സാധാരണ നമുക്ക് പഠിക്കേണ്ട എന്താണ്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, ജനറിക് ആയിട്ട് എല്ലാം പഠിക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പോൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സും കൂടി എക്സാമിന് നമ്മുടെ ഗേറ്റിൻ്റെ സിലബസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗേറ്റ് 2026 അകത്ത് നമ്മൾ എന്ത് പഠിക്കുമായിരുന്നു, നമ്മൾ മെറ്റീരിയൽ സയൻസിനകത്ത് നമ്മൾ ജനറിക് പ്രോപ്പർട്ടി പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തിലേക്ക് പോകും, ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ എന്തിലേക്ക് പോകണം, ക്രിസ്റ്റൽ സ്ട്രക്ചറും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ ഇതിൻ്റെ കൂടെ പഠിക്കണം. എന്തിനു വേണ്ടി, ഗെയിൻ 2027 വേണ്ടി. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കൂ, മാനുഫാക്ചറിംഗിൽ പോകാൻ നേരത്ത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ബേസിക് ടോപ്പിക്സിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്ത് പഠിക്കണം, NDT ആൻഡ് ഓട്ടോമേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ NDT ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. ഇഷ്ടംപോലെ ടെക്നിക്സ് ഉണ്ട് അല്ലേ, ലോട്ട് ഓഫ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ആ ടെക്നിക്സ് എല്ലാം നമ്മൾ പഠിക്കണം. അതേപോലെ ഓട്ടോമേഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അതായത് ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ടോപ്പിക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ കാണുന്ന NDTയുടെ കൂടെ NDTയും ഓട്ടോമേഷനും മാനുഫാക്ചറിങ് കൂടെ ആഡ് ചെയ്തപ്പോഴേക്കും നമ്മുടെ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രയോറിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി അല്ലേ. മാനുഫാക്ചറിങ് വെരി ഹൈ പ്രയോറിറ്റി ആയിട്ട് മാറി. കാരണം നമുക്ക് മാനുഫാക്ചറിങ്ങിനകത്ത് കുറേ പഠിക്കാനുണ്ട്, കാസ്റ്റിംഗ്, വെൽഡിങ് അല്ലെ, അങ്ങനെ കുറേ ടോപ്പിക് പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇനി എന്തും കൂടെ നിങ്ങൾ പഠിക്കേണ്ടി വരും, NDTയും ഓട്ടോമേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും ഫോർ ഗെയിൻ 2027. ഓക്കെ, പിന്നെ നമ്മൾ എന്തിലേക്ക് വരും, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലേക്ക് വരാൻ നേരത്ത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന എന്താണ്, ഇൻഡസ്ട്രിയൽ പ്ലാനിങ് അല്ലെ, അതിനെപ്പറ്റി പഠിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ പഠിക്കണം, നമുക്ക് ഈ കാണുന്ന 6 സിഗ്മ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സാമിന് പഠിക്കണം. അപ്പോൾ നോക്കി, എൻ്റെ ഒരു എയിം എന്ന് വെച്ചാൽ ഈ കാണുന്ന 6 സിഗ്മ എന്ന് പറയുന്ന ടോപ്പിക്ക് എക്സ്ട്രാ ഗേറ്റിന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും
അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം സിക്സ് സിഗ്മ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ്, നമ്മൾ ഇൻഡസ്ട്രിയകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്ത് പറയും, ഈ കാണുന്ന സിക്സ് സിഗ്മ എന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴേക്കും എന്താണ്, മാനുഫാക്ചറിങ് മെറ്റീരിയൽ ഡിസൈനകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ടാവും അല്ലേ. അതായത് ബെൽറ്റ് ഡ്രൈവ് കുറച്ചേ ഉള്ളൂ, ക്രിസ്റ്റൽ സ്ട്രക്ചർ കുറച്ചേ ഉള്ളൂ. പക്ഷേ മാനുഫാക്ചറിങ്ങിനകത്ത് NDT ഓട്ടോമേഷൻ നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, സിക്സ് സിഗ്മ ആൻഡ് പ്രൊഡക്ടിവിറ്റിയും കൂടി പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോഴേക്കും ഈ ഒരു ടോപ്പിക് മാനുഫാക്ചറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി അതേപോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിന് അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ കുറച്ച് ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാനുഫാക്ചറിങ് മെറ്റീരിയൽ ആൻഡ് ഡിസൈൻ അപ്ഡേറ്റ്സിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്കിനി ബാക്കി അടുത്ത് നോക്കാം. അടുത്ത സബ്ജക്റ്റ് ഏതൊക്കെയാ? അടുത്ത് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി അഡിഷൻ GATE 2027 ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും മേജർ ചേഞ്ച് വരുന്ന ടോപ്പിക്കാണ് വൈബ്രേഷൻ ആൻഡ് കൺട്രോൾസ്. ഓക്കെ, അതായത് നമുക്ക് ഇതുവരെ GATE 2026 വരെ നമ്മൾ പഠിക്കും തിയറീസ് ഓഫ് മെഷീൻ്റെ അകത്ത് നമ്മൾ വൈബ്രേഷൻ പഠിക്കുമായിരുന്നു. ഏത് വൈബ്രേഷൻ പഠിക്കുമായിരുന്നു? നമ്മൾ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രം പഠിച്ച് അവസാനിപ്പിക്കുമായിരുന്നു. എന്നിട്ടും ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റിന് എല്ലായ്പ്പോഴും ചോദിക്കുക. GATE 2026 വരെ 2 ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് തിയറീസ് ഓഫ് മെഷീൻ്റെ അകത്ത് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വൈബ്രേഷൻ പഠിക്കുമ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ, നോക്കൂ, നമ്മൾ എൻ്റർ ടോം എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ, നമ്മൾ കൈനമാറ്റിക് അനാലിസിസ് മുതൽ അല്ലെ നമ്മൾ ഗിയർ വരെ പഠിക്കാറുണ്ട്. ക്യാം അടക്കം കുറേ പഠിക്കാനുണ്ടായിരുന്നു. അത്രയും ടോപ്പിക്ക് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് പോലും അതിൽ നിന്ന് ഫുൾ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു? ഗേറ്റിന് 2 ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ വൈബ്രേഷൻ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എക്സ്പാൻഡ് ചെയ്തെന്ന് അറിയാമോ? നമുക്ക് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കൂടെ നമ്മൾ ഇന്ന് കൂടെ പഠിക്കണം 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അതേപോലെ ഇതിൻ്റെ അകത്ത് മോഡൽ കോൺസെപ്റ്റ്, മോഡൽ അനാലിസിനെ പറ്റി പഠിക്കേണ്ടി വരും. കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. കാരണം 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആകുമ്പോഴേക്കും അവിടെ എന്ത് വരും, ആ കാണുന്ന ടോപ്പിക്കിനകത്ത് ഉറപ്പായിട്ടും മോഡൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. മോഡൽ അനാലിസിനെ പറ്റി പഠിക്കണം. അതേപോലെ അതിൻ്റെ കൂടെ ഉറപ്പായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും, കപ്പിൾഡ് മോഡലായിരിക്കും, അതിനെപ്പറ്റി പഠിക്കണം. പിന്നെ നമുക്ക് GATE 2026 അകത്ത് നമുക്ക് ഇഫക്റ്റ് ഓഫ് ഡാമ്പിംഗ് എന്നായിരുന്നു സിലബസ് പറയുന്നത് അല്ലെ. ഇഫക്റ്റ് ഓഫ് ഡാമ്പിംഗ് ഏതായിരുന്നു? GATE 2026 27 വന്നപ്പോൾ അത് കുറച്ചും കൂടി കാൽക്കുലേഷൻ ഓറിയന്റായി മാറി. അതായത് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഡാമ്പിംഗ് എസ്റ്റിമേഷൻ എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഡാമ്പിംഗ് എസ്റ്റിമേഷൻ ഇത് എവിടെ അഫക്ട് ചെയ്യുന്ന അറിയാമോ? നമുക്ക് സാധാരണ നമ്മൾ ഈ കാണുന്ന ലോഗരിതമിക് ഡിക്രിമെന്റ്, ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പോൾ ഈ കാണുന്ന 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഡാമ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിലേ ഡാമ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഡാമ്പിംഗ് എസ്റ്റിമേഷൻ സിലബസിൽ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു സിലബസിൽ ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈബ്രേഷൻ കുറച്ചും കൂടി എക്സ്പാൻഡ് ആയെന്ന് പറഞ്ഞില്ലേ. ഇനിയും ഉണ്ട് വൈബ്രേഷനകത്ത് തന്നെ കൺട്രോൾ സിസ്റ്റം കൂടി പഠിക്കാനുണ്ട്. അതായത് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതേപോലെ എന്ത് ചെയ്യും PID, അതുപോലെ നമുക്ക് ഇത് ഇപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ കൺട്രോൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യും, കൺട്രോളിൻ്റെ ബേസിക്സിനെ പറ്റി പഠിക്കണം. അതേപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പഠിക്കണം, PIDയെ പറ്റി പഠിക്കണം. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേഷന് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത ടോപ്പിക്സ് ആണ്. ഓക്കെ, സാധാരണയായിട്ട് നമുക്ക് BTech സിലബസിനകത്താണ് ഇതൊക്കെ പഠിക്കുക. BTech പഠിക്കുമ്പോൾ വൈബ്രേഷൻ നമുക്ക് എക്സ്ട്രാ പഠിക്കുമായിരുന്നു സാധാരണയായിട്ട്. പിന്നെ നമുക്ക് ഈ കൺട്രോൾ സിസ്റ്റം നമ്മൾ എക്സ്ട്രാ പഠിക്കുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഒരുമിച്ചാക്കി ഏതിൻ്റെ കൂടെ ആക്കി, നമ്മുടെ GATE 2026 അകത്ത് വൈബ്രേഷൻ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമായിരുന്നുവെങ്കിൽ അതിന് കൂടെ ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു ഓർഡർ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അത് തന്നെ പഠിക്കുക. ഓക്കെ, സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തിലേക്ക് പോകാവൂ, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിക്കാനും പോകാവൂ.
ഓക്കെ, കാരണം സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിച്ചു കഴിഞ്ഞാൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറച്ചും കൂടി ഈസി ആയിരിക്കും, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അത് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് പഠിക്കാൻ പോവാ, ഡാമ്പിംഗ് എസ്റ്റിമേഷൻ പഠിക്കാൻ പോവാ. ഓക്കെ, ഡാമ്പിംഗ് എസ്റ്റിമേഷൻ കൂടെ കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് പഠിക്കണം, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, PID, കൺട്രോൾ സിസ്റ്റത്തിനെ പറ്റി എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഈ ഒരു ഓർഡറിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഗെയിൻ 2027 ആവുമ്പോൾ അല്ലേ എക്സ്ട്രാ ആഡ് ചെയ്തത്. ഓക്കെ, ഇത്രയും ടോപ്പിക്, ഈ കാണുന്ന ടോപ്പിക്ക് മാത്രമായിരുന്നു എവിടെ ഉള്ളത്, ഗെയിൻ 2026 ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത്രയും ടോപ്പിക്കും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാകുമ്പോൾ, സിംഗിൾ ഡിഗ്രി ഇവിടെ മാത്രമാകുമ്പോൾ എല്ലായ്പ്പോഴും 2 ക്വസ്റ്റ്യൻ ഗേറ്റ് എക്സാമിന് ചോദിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയും ഈ 2 ഡിഗ്രി ഫ്രീഡം, ഡാമ്പിംഗ് എസ്റ്റിമേഷൻ, TF, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, PID, കൺട്രോൾസ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഹൈ പ്രയോറിറ്റിയാണ് ഈ കാണുന്ന വൈബ്രേഷൻ ആൻഡ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഞാനൊരു റിവേഴ്സ്ഡ് സബ്ജക്ട് പ്രയോറിറ്റി പറ്റി പറയാണ്. അതായത് ഓൾറെഡി ചേഞ്ച് ചെയ്ത സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇപ്പം മോശമൊന്നും വലിയ മാറ്റമില്ല, അതൊന്നും ഞാൻ പറ്റി വലുതായത് പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് മാറ്റിയ സബ്ജക്റ്റ് നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടതാണ് കൺട്രോൾ സിസ്റ്റംസ്, അതുപോലെ മാനുഫാക്ചറിങ് ആൻഡ് ഓട്ടോമേഷൻ. ഇത് വെരി ഹൈ പ്രയോറിറ്റിയാണ് ഇനി മുതൽ. ഓക്കെ, കൺട്രോൾ സിസ്റ്റം മീൻ വൈബ്രേഷൻ, മാനുഫാക്ചറിങ് ആൻഡ് ഓട്ടോമേഷൻ ഹൈ പ്രയോറിറ്റി ആയിട്ട് മാറി. ഓക്കെ, അതേപോലെ എന്താണ് നമ്മുടെ അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിസം എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ഹൈ പ്രയോറിറ്റിയാണ്. കാരണം ഫ്ലൂയിഡ് മെക്കാനിസം എന്ത് പഠിക്കാനുണ്ട്, നമുക്ക് ഹൈ സ്പീഡ് കംപ്രസിബിൾ ഫ്ലോയും കൂടി പഠിക്കാനുണ്ട്. അതൊരു വലിയൊരു ടോപ്പിക്കാണ്, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഫ്ലൂയിഡ് മെക്കാനിസം ഹൈ പ്രയോറിറ്റിയാണ്. പിന്നെ മീഡിയം ടു ഹൈ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, തെർമോഡൈനാമിക്സ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മുമ്പ് നമ്മൾ അങ്ങനെ അതേപോലെ തന്നെയാണ്. പിന്നെ മീഡിയം പ്രയോറിറ്റി ആയാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും മെഷീൻ ഡിസൈൻ എഡിഷൻസും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ മാറ്റം സംഭവിച്ച സബ്ജക്റ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ റിവേഴ്സ്ഡ് സബ്ജക്ട് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ നോക്കി ഞാൻ ഒരു ഫൈനൽ ടേക്ക് അവേ പറയാൻ പോവാണ്. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് ഇനി ചേഞ്ച് ചെയ്യേണ്ടത് നോക്കിക്കേ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കോർ മെക്കാനിക്കൽ സിലബസ് 80 to 85% അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ അതേപോലെ കൊണ്ടുപോവുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആദ്യം മുതലേ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു സെപ്പറേറ്റ് സ്ലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഡെയിലി തന്നെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അകത്ത് കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ മാത്സും അതുപോലെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി നമ്മൾ പ്രത്യേകം സ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്നില്ലേ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് സ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സ്ട്രാ ടോപ്പിക്സ് ആരൊക്കെയാണ്, നമ്മുടെ കൺട്രോൾസ്, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, വൈബ്രേഷൻ, കമ്പഷൻ, NDT, ഓട്ടോമേഷൻ, ഈ കാണുന്ന 6 സിഗ്മ അല്ലേ, ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ സ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് പാരലായിട്ട് പഠിച്ചു കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ ടൈമിന് അഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഇതിന് വേണ്ടി എക്സ്ട്രാ ഡേയ്സോ എക്സ്ട്രാ വീക്സോ ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിവിഷനെ അത് അഫക്റ്റ് ചെയ്യും. നമുക്കറിയാം ഗേറ്റ് എക്സാമിനേഷനകത്ത് ജനുവരി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് ആണ് ജനുവരി ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റും റിവിഷനും അല്ലെ, നിങ്ങളുടെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ജനുവരി ചെയ്യാനുണ്ട് അല്ലെ. അതിനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ മോർണിംഗ് നമ്മളെ മാത്സും അതുപോലെ ആപ്റ്റിറ്റ്യൂഡും പഠിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് പഠിക്കും, കോർ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ഒരു ടൈം, ഒരു 1.5 hour നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. നമുക്കറിയാം നമുക്ക് കുറേ ഐറ്റംസ് എന്തൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ലഗ്രാഞ്ച്, UTM, അതുപോലെ ഹെയർ സ്റ്റൈൽ ചാർട്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ കൂടുതൽ ടൈം എടുക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ റിമൂവൽ ഒരിക്കലും നമ്മുടെ പ്രിപ്പറേഷനിൽ കുറച്ച് എക്സ്ട്രാ ടൈമൊന്നും ഇനി തരാൻ പോകുന്നില്ല. കാരണം ഈ റിമൂവ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ വളരെ ഈസിയാണ്. ഈ ഫുൾ ടോപ്പിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 1 hour കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് ഈ റിമൂവൽ എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മളെ പ്രിപ്പറേഷൻ നമുക്ക് എക്സ്ട്രാ ടൈമൊന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളെ ഇതിന് വേണ്ടി എക്സ്ട്രാ ടൈം എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചേ മതിയാവും അല്ലേ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ജനുവരി മുതൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിലൊരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. ന്യൂ ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിസംബറിൽ തന്നെ കവർ ചെയ്ത് തീർത്തിരിക്കണം. ജനുവരിയിലേക്ക് കൊണ്ടുവയ്ക്കരുത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, January 4 എന്തിനു വേണ്ടിയാണ്, റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ നോക്കും സാർ കുറേ ടോപ്പിക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, 2 ഡിഗ്രി ഫ്രീഡം വൈബ്രേഷൻ, നമ്മൾ അതിനെപ്പറ്റി ബിടെക്കിലേ പഠിച്ചിട്ടില്ല. അതേപോലെ കൺട്രോൾ സിസ്റ്റംസ് ഒന്നും നമുക്ക് ഓർമ്മയില്ല. NDT ചില ആൾക്കാർ ഇലക്റ്റീവ് NDT എടുത്തിട്ടുണ്ട്, ചില ആൾക്കാർ അതിനെപ്പറ്റി പഠിച്ചിട്ടേ ഇല്ല. 6 സിഗ്മ ഉറപ്പായിട്ട് പല ആൾക്കാരും പഠിച്ചു കാണത്തില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് എങ്ങനെ പഠിക്കും സാർ? ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ആരുണ്ട്? എം സിഗ്മ ഗോകുലം ഉണ്ട്. നിങ്ങളുടെ കൂടെ എം സിഗ്മ ഗോകുലം ഉണ്ട്. ഏതൊക്കെ ടോപ്പിക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ എം സിഗ്മ ഗോകുലം കവർ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഒരു നോട്ട് ബുക്ക് കയ്യിലെടുത്തതിന് ശേഷം നിങ്ങളുടെ ആ കാരണം സിലബസിലെ ചേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു പ്ലാനിങ് തയ്യാറാക്കണം. എന്ത് പ്ലാനിങ് തയ്യാറാക്കണം? നമുക്ക് ഡിസംബറിനകത്ത് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ എക്സ്ട്രാ ടോപ്പിക്സുകൾ ഏത് സമയം കവർ ചെയ്യും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക പ്ലാനിങ് തയ്യാറാക്കണം. അങ്ങനെ ആ പ്ലാനിങ് തയ്യാറാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എം സിഗ്മ ഗൂഗിളത്തെ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ടും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എം സിഗ്മ ഗോകുലം എന്താണ്, നമ്മുടെ ഗേറ്റ് 2027 വേണ്ടി നമുക്ക് അറിയാമല്ലോ എം സിഗ്മ ഗോകുലത്തിൻ്റെ റാങ്കുകൾ അല്ലേ. റാങ്കുകൾ നിങ്ങൾക്ക് അറിയാം ഇഷ്ടംപോലെ അല്ലേ. ഗേറ്റ് എക്സാമിന് 5-6 റാങ്കും 15 റാങ്കും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പറേഷന് വേണ്ടി ഹെൽപ്പ് വേണോ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എം സിഗ്മ ഗോകുലത്തെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഗേറ്റ് 2027 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ തൂക്കൂലേ? ഉറപ്പായിട്ടും തൂക്കിയിരിക്കും. ഒരു ടെൻഷനും വേണ്ട. എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കവർ ചെയ്യും. ഓക്കെ, സോ നമുക്കിനി കാണാം. ഓക്കെ.